നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ പുതുതായി 318 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം 380 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് 2 പേരാണ് മരിച്ചത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,33,643 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,27,634 പേർ രോഗമുക്തരാവുകയും 2,080 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 5,929 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. സൗദി അറേബ്യയിൽ കോവിഡ് മൂലമുള്ള മരണസംഖ്യയിൽ നേരിയ വർധനവ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 7 പേരാണ് കോവിഡ് മൂലം മരിച്ചതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പുതുതായി 54 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ളവരിൽ 61 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് ഇന്ന് 50,051 RT-PCR പരിശോധനകൾ നടന്നു. 5,46,735 കോവിഡ് കേസുകളാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ബിരുദമില്ലാത്തവരുടെ വിസ പുതുക്കലിന് 60 വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചത് കാരണം 42,334 പേർ കുവൈറ്റ് വിട്ടു. 2021 ജനുവരി മുതലാണ് പ്രായപരിധി തീരുമാനം പ്രാബല്യത്തിലായത്. ഉന്നത വിദ്യാഭ്യാസമില്ലെങ്കിലും തൊഴിൽ ശേഷിയും പരിചയസമ്പത്തുമുള്ള നിരവധി പേർ തിരിച്ചുപോയത് തൊഴിൽ വിപണിയെ ബാധിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് തിരിച്ചുപോയവരിൽ ഒരു വിഭാഗം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോയിട്ടുണ്ട്. രാജ്യത്ത് മൃഗങ്ങളുടെ സങ്കേത കേന്ദ്രമായ ദുബായ് സഫാരി പാർക്ക് ഈ മാസം 27-ന് തുറക്കും. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി അടച്ച പാർക്ക് വീണ്ടും പ്രവർത്തന സജ്ജമാകുമ്പോൾ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പുതിയ അനുഭവങ്ങളാണ്. മൃഗങ്ങളെ കൂടുതൽ അടുത്തു കാണാനും അടുത്തറിയാനും അവയെ താലോലിക്കാനുമുള്ള അവസരം ഒരുക്കാൻ ഗൈഡുകൾ സഹായിക്കും. 116 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന പാർക്കിൽ 1000-ലേറെ പക്ഷി മൃഗാദികളുണ്ട്. ദുബായ് സഫാരി.ae എന്ന വെബ്സൈറ്റിലൂടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. സൗദി അറേബ്യയുടെ 91ാമത് ദേശീയ ദിനം ഇന്ന് കൊണ്ടാടും. നാടും നഗരവും ആഘോഷ നിറവിലമർന്നു കഴിഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മുനിസിപ്പാലിറ്റികളുടെ സഹകരണത്തോടെ സൗദി അറേബ്യ ഞങ്ങൾക്ക് വീട് എന്ന ശീർഷകത്തിൽ ആഘോഷിക്കുന്ന ഈ വർഷത്തെ ദേശീയ ദിനാഘോഷ ഒരുക്കങ്ങൾ പൊതുവിനോദ അതോറിറ്റി നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സൗദിയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം കോവിഡ് സാഹചര്യത്തിലും റെക്കോർഡ് നിരക്കിലേക്ക് ഉയർന്നു. ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയായി സൗദി മാറിയതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന സൗദി വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തോടെ വിമാന സർവീസ് പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. 91ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന സൗദി അറേബ്യയ്ക്ക് ഇന്ത്യയും ആശംസകൾ നേർന്നു. രാജ്യത്ത് ഇനി തവക്കൽന ആപ്പ് ഒരേ സമയം 2 ഫോണിൽ പ്രവർത്തിക്കില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഫോണിൽ തവക്കൽന ഉപയോഗിക്കാം. ഇതിനായി രജിസ്റ്റർ ചെയ്ത ഫോണിൽ വരുന്ന OTP ഉപയോഗിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. ഇതിനു മുന്നോടിയായി ആദ്യത്തെ ഫോണിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യണം. രാജ്യത്തുള്ളവരുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന ആപ്പാണ് തവക്കൽന. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ 2.1 കിലോ ലഹരി മരുന്നുമായി എത്തിയ യാത്രക്കാരനെ 10 വർഷം തടവിന് വിധിച്ച് പ്രാഥമിക കോടതി. ശിക്ഷ കഴിഞ്ഞ് 37കാരനെ നാടുകടത്തും. ബാഗിന്റെ അടിവശത്ത് പതിവില്ലാത്ത വിധം ഭാരം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബാഗ് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ വിസമ്മതിക്കുകയായിരുന്നു. എന്നാൽ ബലമായ ബാഗ് തുറന്നത് മൂലമുണ്ടാകുന്ന നാശനഷ്ടത്തിന് പരിഹാരം വേണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപാരം നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ UAE-യിൽ മുഖാവരണം ധരിക്കുന്നതിൽ ഇളവ് പ്രഖ്യാപിച്ചു. രാജ്യത്തെ ചില പൊതുയിടങ്ങളിൽ മുഖാവരണം ധരിക്കണമെന്ന നിബന്ധന നീക്കി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമല്ലെങ്കിലും ആളുകൾ 2 മീറ്റർ സാമൂഹിക അകലം കർശനമായി പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഇന്ത്യ ഉൾപ്പെടെ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്ന് UAE-യിൽ എത്തുന്ന വാക്സിൻ എടുത്ത താമസ വിസക്കാർ 4-8 ദിവസങ്ങളിൽ PCR ടെസ്റ്റ് എടുക്കണം. ഏത് എമിറേറ്റ് വിസക്കാർക്കും ഇത് ബാധകമാണ്. ഇതേസമയം വാക്സിൻ എടുക്കാത്ത താമസ സന്ദർശക വിസക്കാർ 9ാം ദിവസം PCR എടുക്കണം. ഫലം നെഗറ്റീവ് ആണെങ്കിൽ 10ാം ദിവസം പുറത്തിറങ്ങാം. UAE അംഗീകരിച്ച വാക്സിൻ എടുത്ത് സന്ദർശക വിസയിലെത്തുന്ന ഇന്ത്യക്കാർക്ക് 6ാം ദിവസമാണ് PCR പരിശോധന. സന്ദർശക വിസക്കാർക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ സന്ദേശം ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.